ന്യൂയോർക്ക് ഡെമോക്രാറ്റിക് മേയർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഇന്ത്യൻ വംശജനായ സൊഹ്റാൻ മംദാനിക്ക് ഉജ്ജ്വല വിജയമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ അപ്രതീക്ഷിതമായി പരാജയപ്പെടുത്തിയാണ് മംദാനി ഡെമോക്രാറ്റിക് ടിക്കറ്റിൽ മുന്നിലെത്തിയത്. 95% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ മംദാനി 43% വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. റാങ്ക്ഡ് ചോയ്സ് വോട്ടിംഗിന്റെ അന്തിമഫലം കാത്തിരിക്കുകയാണെങ്കിലും ക്യൂമോ തോൽവി സംബന്ധിച്ച് മംദാനിയെ അഭിനന്ദിച്ചു കഴിഞ്ഞു. വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ യുഎസിൽ ഇന്ത്യൻ വംശജനായ ആദ്യത്തെ മുസ്ലിം മേയർ എന്ന ചരിത്ര നേട്ടം മംദാനിക്ക് സ്വന്തമാകും. 2021 ലൈംഗിക പീഡന വിവാദങ്ങളെ തുടർന്ന് രാജിവെച്ച ആൻഡ്രൂ ക്യൂമോ ഈ വർഷം രാഷ്ട്രീയത്തിലേക്ക് ശക്തമായൊരു തിരിച്ചുവരവിനാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ മംദാനിയുടെ മുന്നേറ്റം ക്യൂമോയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി. ഇന്നത്തെ രാത്രി അദ്ദേഹത്തിനുള്ളതാണ്, ഈ വിജയം അദ്ദേഹം അർഹിക്കുന്നുണ്ട് എന്ന് ക്യൂമോ തന്റെ അനുയായികളോട് പറഞ്ഞു. മംദാനിയെ വിളിച്ച് അഭിനന്ദിച്ചതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. യുവ വോട്ടർമാരെ ആകർഷിക്കുന്ന പ്രചാരണ രീതികളാണ് മംദാനിയുടെ വിജയത്തിൽ നിർണായകമായത്. സൗജന്യ ബസ്സുകൾ, സാർവത്രിക ശിശു സംരക്ഷണം, വാടക മരവിപ്പിക്കൽ, സമ്പന്നർക്ക് നികുതി ചുമത്തൽ തുടങ്ങിയ വാഗ്ദാനങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. സോഷ്യൽ മീഡിയയിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ബെർണി സാൻഡേഴ്സ്, അലക്സാൻഡ്രിയ ഒക്കാസിയോ-കോർട്ടസ് തുടങ്ങിയ പ്രമുഖ പുരോഗമന രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയും അദ്ദേഹത്തിന് വലിയ നേട്ടമുണ്ടാക്കി. ചില ഡെമോക്രാറ്റുകളും ക്യൂമോയും മംദാനിയുടെ യോഗ്യതയെ ചോദ്യം ചെയ്യുകയും ന്യൂയോർക്ക് പോലുള്ള നഗരത്തിലെ പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ലെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. ഫലസ്തീനെ മംദാനി പിന്തുണയ്ക്കുന്നതും വിമർശകർ വിഷയമാക്കിയിരുന്നു. ഇതിന് മറുപടിയായി മംദാനി ക്യൂമോയുടെ ലൈംഗിക പീഡന വിവാദം ഉയർത്തിക്കാട്ടി. മിസ്റ്റർ ക്യൂമോ, എനിക്കൊരിക്കലും ഇത്രയും വലിയ ഒരു പീഡന ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞത്. 11 സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ചതായി സ്റ്റേറ്റ് അറ്റോർണി ജനറൽ നിയോഗിച്ച റിപ്പോർട്ടിൽ കണ്ടെത്തിയതിനെ തുടർന്ന് 2021 ക്യൂമോ രാജിവെച്ചിരുന്നു. എന്നാൽ താൻ സ്ത്രീകളെ മനഃപൂർവ്വം ഉപദ്രവിച്ചിട്ടില്ലെന്നും ജോലി സ്ഥലത്തെ ഉചിതമായ പെരുമാറ്റത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്നുമാണ് ക്യൂമോയുടെ വാദം. അതേസമയം മംദാനി 1991 ഒക്ടോബർ 18 ഉഗാണ്ടയിലെ കാംപാലയിലാണ് ജനിച്ചത്. പ്രശസ്തരായ ഇന്ത്യൻ വംശജരായ മാതാപിതാക്കളാണ് അദ്ദേഹത്തിൻ്റെത്. അമ്മ മീര നായർ പ്രശസ്ത സിനിമാ സംവിധായികയാണ്. സലാം ബോംബെ, മൺസൂൺ വെഡിങ്, ദ നെയിംസേക്ക് തുടങ്ങിയ സിനിമകൾ അവരുടേതാണ്. അച്ഛൻ മുഹമ്മദ് മംദാനി കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. മംദാനിക്ക് 5 വയസ്സുള്ളപ്പോൾ അവർ കേപ്പ് ടൗണിലേക്ക് താമസം മാറി. അവിടെ അദ്ദേഹം സെന്റ് ജോർജ് ഗ്രാമർ സ്കൂൾ പഠിച്ചു. 7 വയസ്സുള്ളപ്പോൾ അവർ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് താമസം മാറി. ബാങ്ക് സ്ട്രീറ്റ് സ്കൂൾ ഫോർ ചിൽഡ്രൻ, ബ്രോൺക്സ് ഹൈ സ്കൂൾ ഓഫ് സയൻസ് എന്നിവിടങ്ങളിൽ മംദാനി പഠിച്ചു. പിന്നീട് ബൗഡോയിൻ കോളേജിൽ നിന്ന് ആഫ്രിക്കാന സ്റ്റഡീസിൽ ബിരുദം നേടി. അവിടെ സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ പാലസ്റ്റീൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് മംദാനി ന്യൂയോർക്ക് സിറ്റിയിൽ ഹൗസിംഗ് അഡ്വക്കേറ്റായും റാപ്പ് മ്യൂസിക് പ്രൊഡ്യൂസറായും ജോലി ചെയ്തിരുന്നു. 2020 ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ക്വീൻസിലെ 36ാം ഡിസ്ട്രിക്റ്റിനെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. മംദാനി ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണ്. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്കയിലെ അംഗമാണ്. ബെർണി സാൻഡേഴ്സിന്റെ 2016 പ്രസിഡൻഷ്യൽ ക്യാമ്പയിനിലാണ് അദ്ദേഹത്തെ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റായി മാറ്റിയത്. അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിൽ ബെർണി സാൻഡേഴ്സ്, അലക്സാൻഡ്രിയ ഒക്കാസിയോ-കോർട്സ് തുടങ്ങിയ പ്രമുഖ പുരോഗമന രാഷ്ട്രീയക്കാർ പിന്തുണ നൽകി. നമുക്ക് താങ്ങാവുന്ന ഒരു നഗരം എന്നതായിരുന്നു മംദാനിയുടെ പ്രധാന പ്രചാരണ വാക്യം. അദ്ദേഹത്തിന്റെ പ്രധാന വാഗ്ദാനങ്ങൾ ഇവയൊക്കെയാണ്. 20 ലക്ഷത്തിലധികം വാടക വീടുകളിലെ താമസം കൂടുതൽ എളുപ്പമാക്കും. കുറഞ്ഞത് 2 ലക്ഷം വീടുകളെങ്കിലും കുറഞ്ഞ വാടകയ്ക്ക് ലഭ്യമാക്കും. മൻഹാട്ടനിൽ കുറഞ്ഞ വേതനം വാങ്ങുന്നവർക്ക് അവരുടെ വരുമാനത്തിന്റെ 30% വാടകയ്ക്ക് നൽകേണ്ടി വരുന്നു. ഇത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ എടുക്കും. നഗരത്തിൽ സൗജന്യ ബസ് സർവീസുകൾ വ്യാപിപ്പിക്കും. ഇത് യാത്രക്കാരുടെ എണ്ണം കൂട്ടുകയും ഡ്രൈവർമാർക്കെതിരായ അതിക്രമം കുറയ്ക്കുകയും ചെയ്യും. എല്ലാ കുട്ടികൾക്കും പ്രീ കിൻഡർ ഗാർഡൻ വിദ്യാഭ്യാസം നൽകും. പുതിയതായി കുട്ടികളുണ്ടാകുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഡയപ്പേഴ്സ്, നഴ്സിംഗ് പ്രോഡക്ട്സ് തുടങ്ങിയ ആവശ്യ സാധനങ്ങൾ അടങ്ങിയ ബേബി ബാസ്ക്കറ്റ്സ് നൽകും. NYU, കൊളംബിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രോപ്പർട്ടി ടാക്സ് ഒഴിവാക്കി സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക് സിസ്റ്റത്തിന് ഫണ്ട് നൽകുന്നതിന് നിയമം കൊണ്ടുവരും. പോലീസ് സാന്നിധ്യം കൂട്ടുന്നതിന് പകരം കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ സാമൂഹിക ഇടപെടൽ നടത്തും. ഇതിലൂടെ മെച്ചപ്പെട്ട തൊഴിൽ, സാമ്പത്തിക സ്ഥിരത, നല്ല അയൽപക്കങ്ങൾ എന്നിവ ഉറപ്പാക്കും. മാനസികാരോഗ്യ സഹായം നൽകുന്നതിനായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി സേഫ്റ്റി സ്ഥാപിക്കും. ഇതൊക്കെയാണ് മംദാനിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ. ട്രംപിന്റെ തിരിച്ചുവരവിന് ശേഷം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാവി എങ്ങനെയായിരിക്കും എന്നതിന്റെ സൂചനയാണ് മംദാനിയുടെ വിജയം. പുരോഗമന നയങ്ങൾ സ്വീകരിക്കണോ അതോ മിതവാദം തുടരണോ എന്നതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായ വോട്ടെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെട്ടു. മംദാനിയുടെ പ്രചാരണ രീതികൾക്ക് വോട്ടർമാരുടെ പിന്തുണയുണ്ടെന്നും ഇത് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നു. സ്ഥാപനവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയത്തെ വോട്ടർമാർ തള്ളിക്കളഞ്ഞു. പരിചയസമ്പന്നനും സാമ്പത്തിക ശേഷിയുമുള്ള സ്ഥാനാർത്ഥിയേക്കാൾ ഒരു പുരോഗമനവാദിയെ അവർ തെരഞ്ഞെടുത്തു. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പുരോഗമന ചിന്താഗതിക്ക് ഇപ്പോഴും സ്വീകാര്യതയുണ്ടെന്നും മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മംദാനിയുടെ വിജയം പ്രതീക്ഷ നൽകുന്നുവെന്നും കരുതാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ.
വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.